നിങ്ങൾക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ടെൻഷനൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള 5 വഴികളാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ എന്നുള്ളതിനെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന രീതിയിലുള്ള എല്ലാ പോസ്റ്റുകളിൽ നിന്നും മാറി നിൽക്കുക. പകരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല ഫണ്ണായിട്ടുള്ള എന്ത് വേണമെങ്കിൽ കാണാം. അതിനൊരു നിശ്ചിത സമയം ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ മറ്റുള്ളവരുടെ ജീവിതം അവർ കാണിക്കുന്നത് 100% ഫേക്ക് ആണെന്നുള്ളതാണ്. എൻ്റെയൊക്കെ അനുഭവത്തിൽ ഇഷ്ടംപോലെ ആളുകൾ ആ സോഷ്യൽ മീഡിയയിൽ കപ്പിൾസായിട്ട് ജീവിക്കുന്ന, മനോഹരമായിട്ട് ജീവിക്കുന്നു, സുഹൃത്തുക്കൾ ജീവിക്കുന്നു, ഫ്രണ്ട്സ്, പിന്നെ ബിസിനസ് എല്ലാം അങ്ങനെ കാണിക്കും. പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്ന, ഈ മീഡിയയ്ക്ക് അപ്പുറത്തേക്കൊരു ലോകത്ത് അവർ ഭയങ്കര പ്രയാസത്തിലാണ്. മൂന്നാമത്തെ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും കൃത്യമായിട്ട് നോക്കുക. ശാരീരികാരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഡെയിലി ഒരു നിശ്ചിത സമയം. മാനസികാരോഗ്യത്തിന് വേണ്ടി നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ മെഡിറ്റേഷൻ അടക്കമുള്ള, യോഗ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാനസികാരോഗ്യം സ്ട്രെസ് ഒഴിവാകുന്നതാണ്. നാലാമത്തത്, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള പുതിയ സ്കില്ലുകൾ എന്തെങ്കിലും പഠിക്കുക. ഡാൻസ് പഠിക്കാം, പിന്നെ പെയിൻറ്റിങ് പഠിക്കാം, പാട്ട് പഠിക്കാം, മറ്റെന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കുകയും അതിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുന്നതാണ്. അഞ്ചാമത്തത്, നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും നല്ല പോസിറ്റീവായ ആളുകളുടെ കൂടെ മാത്രം ജീവിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ അവരുടെ കാര്യമല്ലാതെ മറ്റു ആളുകളെക്കുറിച്ച് കുറ്റം പറയുകയും മറ്റു ആളുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജീവിതം അതിമനോഹരമായിരിക്കും. പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.